മലയാളികൾക്ക് സുപരിചിതനാണ് രജിത് കുമാർ. ബിഗ് ബോസ് മലയാളം സീസൺ 2 രജിത് കുമാർ താരമായി മാറിയത്. താൻ എന്തുകൊണ്ടാണ് വീണ്ടും വിവാഹം കഴിക്കാത്തത് എന്ന് വ്യക്തമാക്കുകയാണ് രജിത് കുമാർ. തന്റെ മുൻ അനുഭവത്തിന്റെ അടക്കം പശ്ചാത്തലത്തിലാണ് താൻ വിവാഹം കഴിക്കാതിരിക്കുന്നതെന്നാണ് രജിത് കുമാർ പറയുന്നത്. അതേസമയം താൻ സ്വയം തന്റെ ലൈംഗിക ശേഷി ഇല്ലാതാക്കിയെന്നാണ് രജിത് കുമാർ പറയുന്നത്. താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഒരുപാട് കൈപ്പേറിയ ജീവിതാനുഭവങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇനി ഒരു സ്ത്രീയെ കൂടെ കൊണ്ടുവന്ന് അതിന് എന്തെങ്കിലും ദോഷം വന്നാൽ വിഷമമാകും. ഒരു തവണ കല്യാണം കഴിച്ചതാണ്. ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ഞാൻ. വീണ്ടും ഒരാളെ കൊണ്ടുവരികയും അതിന് എന്തെങ്കിലും സംഭവിച്ചാൽ മനപ്രയാസമാകും. അതുകൊണ്ടാണ് വേണ്ടെന്ന് വെച്ചത് എന്നാണ് രജിത് കുമാർ പറയുന്നത്. ഞാൻ തന്നെ അടുത്ത തലമുറ ജനിക്കാത്ത രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും ആക്കി വെച്ചിട്ടുണ്ട്. ഷഡ്ഡനായി ജനിക്കുന്നവരുണ്ട്, ജനങ്ങളാൽ ഷഡ്ഡനാക്കപ്പെടുന്നവരുണ്ട്, ദൈവരാജ്യത്തെ പ്രതി സ്വയം ഷഡ്ഡനാകുന്നവരുമുണ്ട് എന്നൊരു ബൈബിൾ വചനമുണ്ട്. ആ ഘട്ടത്തിലാണ് ഞാനിപ്പോൾ അഭിമാനത്തോടെ പറയുന്നതെന്നും രജിത് കുമാർ പറയുന്നു. എനിക്ക് നല്ല പരിചയമുള്ളതാണ് ഡോക്ടർ ബിജു എബ്രഹാം എന്നൊരു ന്യൂറോളജിസ്റ്റിനെ. അദ്ദേഹം നിർമ്മാതാവും തിരക്കഥാകൃത്തും ആർട്ടിസ്റ്റുമാണ്. അദ്ദേഹം നിർമ്മിക്കുന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നുമുണ്ട്. ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളുമാണ്. ഈ അടുത്ത് ഞാൻ അദ്ദേഹത്തെ കാണുകയും എന്നെ പരിശോധിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ഞാൻ സ്വയം ആർജിച്ചെടുത്ത ഇറക്ടൈൽ ഡിസ്ഫങ്ഷനാണ്. അദ്ദേഹം നോക്കിയ ശേഷം പറഞ്ഞത്, ചേട്ടൻ ധൈര്യമായി മുന്നോട്ട് പോയിക്കൂ. ചേട്ടൻ ന്യൂറൽ രീതിയിൽ ഇനാക്റ്റീവ് ആയിരിക്കുകയാണ്. ചേട്ടന് ഇനി ഒരിക്കലും മക്കൾ ജനിക്കില്ലെന്നുമാണ് താരം പറയുന്നത്. ഞാൻ സ്വയം എന്നെ ബൈബിളിൽ പറഞ്ഞതുപോലെ ഷഡ്ഡനാക്കിയിരിക്കുകയാണ്. അഭിമാനത്തോടെയാണ് ഞാൻ ഇത് പറയുന്നതെന്നും രജിത് കുമാർ പറയുന്നു. തനിക്കിപ്പോൾ ഉദ്ധാരണ ശേഷിയില്ലെന്ന് തെളിയിക്കാനായി പിറന്നപടി ബ്ലൂ ഫിലിം കാണാമെന്നും തന്റെ ഒരു രോമം പോലും എഴുന്നേൽക്കില്ലെന്നും രജിത് കുമാർ പറയുന്നുണ്ട്.